ഹായ്, മീൻ പൊള്ളിച്ചത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് റെസിപ്പി അല്ലേ? അപ്പോൾ എയർ ഫ്രയർ ഉപയോഗിച്ച് എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു അയല വാഴയിലയിൽ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 അയല എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ അയലയാണ്. അപ്പോൾ ആദ്യം കുറച്ച് മസാല ഈ മീനിലൊന്ന് തേച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി പൗഡറും ബാക്കി എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആ മസാലാസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം മീനിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഈ മീൻ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മീൻ ഇപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എയർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണ ഒരു 2 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 3-4 തുള്ളി എണ്ണ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു സൈഡ് 5 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴേക്കും അയല റെഡി ആയിട്ടുണ്ടാവും. അടുത്തതായി മീൻ പൊള്ളിക്കുമ്പം അതിൻ്റെ മുകളിൽ തേക്കാനായിട്ടുള്ള ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതായത് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഈ ഒരു മസാല ഞാൻ പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിനി ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതും അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയെല്ലാം നിങ്ങൾ എയർ ഫ്രയറിൽ ഡയറക്റ്റ്ലി ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തതിന് ശേഷം അതിനെ അരച്ചിട്ട് ഉപയോഗിക്കുക. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒരു വേറൊരു ടേസ്റ്റിലേക്ക് പോകും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താൽ ടേസ്റ്റ് കോംപ്രമൈസ് ആവത്തുമില്ല, എന്നാൽ അത് കമ്പാരിറ്റീവ്ലി ഒരു ഹെൽത്തിയർ വേർഷനും ആകും. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചതും ഒരു 15ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതായത് ഈ ഉള്ളി നന്നായിട്ട് വാടി സോട്ടായി കിട്ടണം. നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വാടി കിട്ടാൻ ഒത്തിരി സമയമെടുക്കും. അപ്പം നന്നായിട്ട് സമയമെടുത്ത് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് പിന്നെയും നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ഞാനൊരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ഇടാം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി അതിൻ്റെ പച്ചച്ചവയൊക്കെ പോകുന്ന രീതിയിൽ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലാസിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ ഇതേ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാഴയിലയിൽ പൊതിയാം. ഇവിടെ വാഴയില ഇങ്ങനെ നടുവേ മുറിച്ച് പീസസ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനൊരു 2-3 പീസ് എടുത്ത് ജോയിൻ ചെയ്തിട്ടാണ് മീൻ പൊള്ളിക്കുന്നത്. ഇല വാട്ടിയെടുത്തതിന് ശേഷം ഇലയുടെ മുകളിൽ ഒരല്പം മസാല ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മീനിൻ്റെ മുകളിലും ഒരല്പം മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഞാനിവിടെ ഇതിൻ്റെ മുകളിലൊരു 3-4 കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എണ്ണ മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂണോളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിലും ഇത് ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ്ഡ് അല്ല. ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് എണ്ണ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയെല്ലാം സോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് സോട്ടായി കിട്ടുകയും ചെയ്യും. അതേപോലെ മീൻ എയർ ഫ്രൈ ചെയ്യുന്നതിന് പകരം എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേങ്കിലും നിങ്ങൾക്കൊരു ഹെൽത്തിയർ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇത് ടേസ്റ്റിയുമാണ് ആൻഡ് ഹെൽത്തിയുമാണ്. താങ്ക് യു.